അങ്ങനെ രാവിലെ നമ്മുടെ ജോലിയെല്ലാം ഒതുങ്ങി എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മോള് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അടുക്കളയിലെ വെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള മീൻ കറിയൊക്കെ വെക്കണമായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ വെച്ച് മീൻ കറിയും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ തോരനൊക്കെ മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മോള് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുണ്ടായിരുന്ന ജോലി എന്ന് വെച്ചാൽ മീൻ കറി വെക്കണം, അടുക്കള വൃത്തിയാക്കണം, വീടും വരെയൊക്കെ വൃത്തിയാക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ അടുക്കളയിലെ എല്ലാ ജോലിയും കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളും തൂപ്പും തുടപ്പമൊന്നും കഴിഞ്ഞിട്ടില്ല. മീൻ കറി വെപ്പും മീൻ കണ്ടിക്കലും അതെല്ലാം കഴിഞ്ഞെല്ലാം ഞാൻ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ അതാണ്ട് ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടായിരുന്നത് ഇത് ചോറ് തിളപ്പിച്ചൂറ്റി വെച്ചതാണ്. കാരണം കുറച്ച് ചോറ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് മോൾക്ക് വേണ്ടി സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഞാൻ ഇന്നലെ ഇച്ചിരി അരിയിട്ട് അവൾക്ക് പതിവ് പോലെ വെച്ച് ഞങ്ങൾക്ക് ചോറ് തിളപ്പിച്ചൂറ്റി വെച്ച് അവളുടെ ചോറും ഒക്കെയാണ് അവിടെ ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. അങ്ങനെ അതാണ്ട് ചോറ് തിളപ്പിച്ചൂറ്റി ഞാൻ വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം തോരൻ നമ്മളെ ബീട്രൂട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞുരുള ചമ്മന്തി അരച്ചായിരുന്നു, അവൾക്ക് കൊടുത്തതിൻ്റെ ബാക്കി ഒഴിപ്പുണ്ട്. പിന്നെ നമുക്ക് ചൂരയായിരുന്നു മീൻ കിട്ടിയത്, അത് മുളക് കറിയാണ്, വടക്കമ്പുളിയൊക്കെ ഇട്ട് മുളക് കറി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെയും രാത്രിത്തേക്കത്തേക്കുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. പിന്നെ രാവിലത്തേക്ക് നമ്മൾ ദോശയും കടലക്കറിയായിരുന്നു ആക്കിയത്. അപ്പം അതിൻ്റെ ബാക്കി കടലക്കറി മോൾക്ക് വെച്ചതിൻ്റെ ബാക്കി ചോറൊക്കെ ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ചോറ് ഞാൻ വെള്ളത്തിൻ്റെ മുകളിൽ ഓർക്കാതെ എടുത്ത് വെച്ചപ്പം തണുത്ത ചോറല്ലേ, പെട്ടെന്ന് വീണ്ടും ചൂട് കെട്ടുമ്പോൾ ചോറ് ചീത്തയാവും. ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദോശ ഉണ്ടാക്കിയതാണ്. ഗ്യാസൊക്കെ കഴിയുന്നതിന് മുമ്പ് ദോശ ഉണ്ടാക്കി വെച്ചതാണ്. അത് ആറി ഒരു പരുവമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കഴിക്കണം. പിന്നെ അടുക്കളയല്ല വീട് മൊത്തത്തിൽ തൂത്ത് വൃത്തിയാക്കി ഇടണം. തുടയ്ക്കണ്ട, തൂത്താൽ മതി. അപ്പോൾ അതൊക്കെ ചെയ്തിടണം. എല്ലാം നാശമായിട്ട് കിടക്കുവാണ്. ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ദോശ കഴിച്ചിട്ട് വൃത്തിയാക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാനിങ്. ഇനി അടുക്കളയിൽ ഈ ചോറ് പാത്രമൊക്കെ നടച്ച് റെഡിയാക്കി വെക്കണം. വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ തുറന്ന് വെച്ചേക്കുന്നത്. പിന്നെ അതാണ്ട് എല്ലായിടവും തൂത്ത് വൃത്തിയാക്കി ചവിട്ടിയൊക്കെ എടുത്തിട്ട് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അങ്ങ് കഴിക്കാനായിട്ട് ഇരുന്നില്ല. ഞാൻ വിചാരിച്ച് അതങ്ങ് ചെയ്തിട്ടിട്ട് കഴിക്കാനായിട്ട് ഇരിക്കാമെന്ന്. അങ്ങനെ അതാണ്ട് ഞാൻ കൃത്യം 11:30 ഇപ്പം ഞാൻ ദോശ എടുത്തപ്പോൾ. അങ്ങനെ ദോശയും എൻ്റെ കടലക്കറിയായിട്ട് ഇനി കുറച്ച് നേരം ഇങ്ങനെ കഴിച്ചിട്ട് വാർത്ത കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതാണ്ട് വെള്ളം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ വെള്ളം കുടിക്കുന്നത്. എനിക്ക് വെള്ളം വേണം, എനിക്ക് വെള്ളം ഇല്ലാതെ പറ്റത്തില്ല. എനിക്ക് തൊണ്ട എല്ലാം കൂടെ വന്നിരിക്കും, വെപ്രാളം വരും എനിക്ക്. അപ്പം വെള്ളം എനിക്ക് വേണം. ആഹാരം എടുക്കുന്ന കൂടെ തന്നെ ഞാൻ വെള്ളവും എടുക്കും. പിന്നെ നേരെ പോയി ഫാൻ ഇടുക, റിമോട്ട് എടുക്കുക. ഇതാണ് എന്തെങ്കിലും കഴിക്കാൻ പോകുള്ള സ്ഥിരം ഇത്. ഫാനും റിമോട്ടും വെള്ളവും, ഇത്രയും കാര്യങ്ങൾ വേണം അടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് നല്ല വെയിലുണ്ടായിരുന്നു, നല്ല ചൂടുള്ള വെയിലായിരുന്നു. ഓടി ഞാൻ കൊണ്ടുപോയി മുളകൊക്കെ താഴെ കുടയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുവിധം ആ വെള്ളം വാർന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം എത്ര ദിവസം കൊണ്ട് ഞാൻ കൊണ്ട് നടക്കുന്നതാണ്, എന്തായാലും അത് വാർന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടും ഉണ്ട്. ഈ ഒരു വെയിൽ 2 ദിവസം കൂടെ കിട്ടിയാൽ നമുക്ക് ഈ മുളക് പൊടിപ്പിക്കാം. ഇത്രയും കിട്ടിയാൽ മതി. കാരണം 3 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ വെയിൽ പോകും. അത്രയും നേരം കിട്ടിയാൽ മതി. ഈ 2 ദിവസം കൂടെ കിട്ടിയാൽ സൂപ്പറായിട്ട് ഉണങ്ങും. പിന്നെ കുടയുടെ മേളിൽ ഞാൻ ഷോൾ ഇങ്ങനെ കുരുക്കി വെച്ചിട്ടുണ്ട്, കറുപ്പ്. പിന്നെ സൈഡിൽ കണ്ണാടിയും വെച്ചിട്ടുണ്ട്. വേറെ പട്ടി അങ്ങനെ പകൽ വരക്കില്ല, രാത്രി എന്ന് വെച്ചാൽ ഈ മഴ പെയ്യുമ്പോഴാണ് ഗേറ്റ് തുറന്നിടുന്ന പട്ടികൾ കയറി വരുന്നത്. അല്ലാതെ പട്ടിയോ അങ്ങനെയൊന്നും വരത്തില്ല. പിന്നെ നമുക്ക് മേളിൽ നിന്നോട്ട് കാണാം മുളക് ഇട്ടേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് കയറി വരണം. പിന്നെ ഈ 18ാം പടി കയറുന്നതാണ് ഏറ്റവും വലിയ പടി. ഇറങ്ങി ഇങ്ങ് പോരും, നമ്മൾ കയറുന്നതാണ് പാട്. അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് ഞാൻ വന്നിട്ട് ഞാനൊരു 6 ട്രിപ്പ് ഇറങ്ങി ഇത് നോക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം 6 ട്രിപ്പ് ഇറങ്ങി. ഇന്നലെ ഞാൻ 6 ട്രിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വന്നിട്ട് ഇച്ചിരി നാരങ്ങ വെള്ളം പിഴിയാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഉപ്പും പഞ്ചസാരയും നമ്മളെ ഗ്ലൂക്കോസ് ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ട് തണുത്ത വെള്ളം കുറച്ച് സാധാ വെള്ളവും കൂടി ഒഴിച്ചിട്ട്, എനിക്ക് ഒരുപാട് തണുപ്പ് പറ്റത്തില്ല, കുടിക്കാൻ പറ്റത്തില്ല. പിന്നെ അത് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ പെട്ടെന്നൊരു നാരങ്ങ വെള്ളം ഞങ്ങൾക്ക് 2 പേർക്കും ആക്കി. മോക്ക് വെച്ചിട്ടില്ല, അവൾക്ക് ചുമയാണ്ട് ഞാൻ വെച്ചിട്ടില്ല. പിന്നെ എനിക്ക് നാരങ്ങ വെള്ളം ആയാലും ചായ ആയാലും എല്ലാം നല്ലിങ്ങനെ പതഞ്ഞിരിക്കണം. അപ്പം ഞാൻ അത്യാവശ്യം നല്ല പതപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ കടയിലെ പോലെ കിട്ടത്തില്ല, അത്രയും പതയൊന്നും നമ്മൾ ഉണ്ടാക്കുമ്പോൾ കിട്ടത്തില്ല. അപ്പം അത് കുടിച്ച് കഴിഞ്ഞ് ഒരു 2:30 ആയപ്പോഴത്തേക്ക് വെയിൽ
മൊത്തത്തിൽ താഴോട്ട് വെയിലില്ലായിരുന്നു. മുകളിൽ ഭാഗത്ത് വെയിലുണ്ട്, താഴോട്ട് ഈ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് വെയിൽ അത്രയ്ക്ക് അങ്ങോട്ട് അടിക്കത്തില്ല. അപ്പം ഞാൻ പോയി മുളകൊക്കെ വാരി ബക്കറ്റിലിട്ട് ഇനി അതൊന്ന് അടച്ചു വെക്കണം. അതാണ്ടേ മേൽഭാഗം നമ്മളിങ്ങനെ നോക്കുമ്പോൾ നല്ല വെയിലുണ്ട്, പക്ഷേ ആ മേൽഭാഗത്തേ ഉള്ളൂ. നമ്മൾ താഴോട്ട് ചെല്ലുമ്പോൾ അവിടെ എല്ലാം തണലായിട്ടുണ്ട്. വെയിലിങ്ങനെ മാറി 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 പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ മരങ്ങളൊക്കെ ഇഷ്ടംപോലെ അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മാവും തെങ്ങും അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് താഴോട്ട് ഒരു സമയം കഴിയുമ്പോൾ വെയിൽ കാണത്തില്ല. പിന്നെ അതാണ്ട് 3:30 ആയപ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞിനെ വിളിക്കാനായിട്ട് ചെന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്ന് ബസ് നിർത്തും, സ്കൂൾ ബസ് നിർത്തും. രാവിലെ ആക്കുമ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ വേണം നിൽക്കേണ്ടത്, തിരിച്ച് വൈകുന്നേരം നമ്മൾ ഈ സൈഡിൽ നിന്നാൽ മതി. പിന്നെ ബസ്സിൻ്റെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതുകൊണ്ട് ബസ്സിൻ്റെ എരപ്പ് കേൾക്കുമ്പോൾ നമുക്കറിയാം. അപ്പോഴത്തേക്ക് ഞാൻ റോഡിലോട്ട് അങ്ങോട്ട് ഗേറ്റിൻ്റെ അടുത്തോട്ട് ഇറങ്ങി നിൽക്കും. അപ്പം നമ്മുടെ മോള് പോയി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി പതിവ് പോലെ പിറ്റേന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക, അവളുടെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ കേൾക്കുക, അങ്ങനെ അങ്ങ് പോവും. അപ്പം മറക്കണ്ട, നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.